നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമാണ് GS ശരണ്യ. 3 രാത്രിയും 2 പകലും കർണാടക കുടകിലെ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് തങ്ങിയതാണ് ധീരയായ പെൺകുട്ടിയെ ശ്രദ്ധാകേന്ദ്രമാക്കുന്നത്. കർണാടക പോലീസും കാടറിയുന്ന ഗോത്രവർഗ്ഗക്കാരും ഒരുമിച്ച് തിരഞ്ഞാണ് കോഴിക്കോട് നാദാപുരത്തുകാരിയായ ശരണ്യയെ കണ്ടെത്തിയത്. ഉയിർപ്പു തിരുനാളായ ഈസ്റ്റർ ദിനത്തിലാണ് മടങ്ങിവരവ് എന്നതുകൊണ്ട് തന്നെ ഈസ്റ്ററുമായി ശരണ്യയെ ബന്ധിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ നിറയുകയും ചെയ്തു. ഉൾവനത്തിൽ ഒരു അരുവിക്ക് സമീപം പാറയ്ക്ക് മുകളിൽ അവശ നിലയിൽ ഇരിക്കുന്ന നിലയിലാണ് ശരണ്യയെ കണ്ടെത്തിയത്. ട്രക്കിംഗ് വഴിയിൽ നിന്നും 4 കിലോമീറ്റർ അപ്പോൾ അകലെയായിരുന്നു ശരണ്യ. അഗസ്ത്യകൂടം, ചെമ്പ്രകുടി മലനിരകളെ കീഴടക്കിയ പരിചയമുള്ള ശരണ്യയ്ക്ക് പക്ഷേ കുടകിലെ തടിയണ്ടമോൾ മലനിരയിൽ ചുവട് പിഴച്ചു. 4 ദിവസം വെള്ളം മാത്രം കഴിച്ചാണ് കഴിഞ്ഞുകൂടിയത്. കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കുപ്പി വെള്ളവും. കടുത്ത മഴയും തണുപ്പും കാരണം ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയും ഇടയ്ക്കിടയ്ക്ക് കൂക്കി വിളിച്ചുകൊണ്ടിരുന്നു. ഇത് തിരയുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കാരണവുമായി. കുറ്റിക്കാടുകൾ നിറഞ്ഞ ഇടവും പാറക്കെട്ടുമായതിനാൽ വന്യമൃഗങ്ങളുടെ കണ്ണിൽപ്പെടാതെ കഴിയാനും കഴിഞ്ഞു. കാടറിയുന്ന ആളായതും മനോബലമുള്ളതും കൊണ്ടുമാണ് പ്രതിസന്ധി ഘട്ടം വലിയ കുഴപ്പമില്ലാതെ തരണം ചെയ്യാൻ കഴിഞ്ഞത്. വനം വകുപ്പിന്റെ വാഹനത്തിലാണ് പുറത്തെത്തിച്ചത്. കൊച്ചിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ് ശരണ്യ. ഒറ്റയ്ക്കാണ് കുടകിലെത്തിയത്. എന്നാൽ ട്രക്കിങ്ങിന് വനം വകുപ്പ് ആദ്യം അനുമതി നിഷേധിച്ചു. ആന, പുള്ളിപ്പുലി എന്നിവയുടെ സാന്നിധ്യമുള്ളതിനാലാണ് അനുമതി നിഷേധിച്ചത്. പിന്നീട് 10 അംഗ സംഘത്തിനൊപ്പമാണ് വിട്ടത്. ഇവരിൽ നിന്നും കൂട്ടം തെറ്റിയാണ് കാട്ടിലകപ്പെട്ടത്. താമസിച്ച കക്കബെ ഗ്രാമത്തിലെ ഹോം സ്റ്റേയിൽ വിളിച്ച് വഴി തെറ്റിയെന്ന് മാത്രമാണ് ശരണ്യ പറഞ്ഞത്. ഇതോടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ശരണ്യ കാട്ടിൽ കുടുങ്ങുകയും ചെയ്തു. 2 മണിക്കൂർ കൊണ്ട് വരാമെന്ന് കരുതി ഭക്ഷണം കരുതാത്തതാണ് വിനയായത്. കോടമഞ്ഞാണ് വഴി തെറ്റിച്ചതെന്നാണ് ശരണ്യ പറയുന്നത്. ആനപ്പിണ്ടത്തിന്റെ ഗന്ധമുള്ള വഴികളെല്ലാം ഒഴിവാക്കിയാണ് ശരണ്യ സഞ്ചരിച്ചത്. ബന്ധുക്കൾക്കൊപ്പമാണ് ശരണ്യയെ സർക്കാർ നാട്ടിലേക്ക് അയച്ചത്. എന്തായാലും കാടിനെ സ്നേഹിക്കുന്ന ശരണ്യയ്ക്ക് ഇത് വലിയൊരു അനുഭവ പാഠമാകും.